നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 ഫിസിക്സ് പ്രാക്ടിക്കൽ സീരീസിൽ ഇന്ന് ഫിസിക്സിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കലാണ്. എല്ലാവർക്കും അറിയാം, സിമ്പിൾ പെൻഡുലം. നമുക്ക് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഞാൻ പലവട്ടം പല വീഡിയോകളിലൊക്കെ പറയുന്നത് സിമ്പിൾ പെൻഡുലം ചെയ്യാൻ എല്ലാവർക്കും അറിയാം. സിമ്പിൾ പെൻഡുലത്തെ കുറിച്ചുള്ള എങ്ങനെ ചെയ്താൽ കറക്റ്റായിട്ട് റീഡിങ് കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഉണ്ട്. പിന്നെ എന്തൊക്കെ കണ്ടുപിടിക്കണം, അതിൻ്റെ വൈവ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്നൊന്ന് പഠിച്ചു പോകാം. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉതകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും എന്നുള്ള സംശയം വേണ്ട. കാരണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിമ്പിൾ പെൻഡുലം നമുക്ക് ചെയ്യാൻ ഒറ്റൊരാളായിട്ട് ചെയ്യുമ്പം ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു എക്സ്പീരിയൻറ്റാണ്. കാരണം വേറൊന്നും അല്ല, നമ്മൾ ഒരാൾ വേണം ബോബ് ആട്ടാൻ, ഒരാൾ അത് കൃത്യമായിട്ട് ആ സ്ട്രിങ്ങിൻ്റെ നൂലിൻ്റെ നീളം അളക്കണം സ്കെയിൽ വെച്ച്, ഒരാൾ ആട്ടണം, സ്റ്റോപ്പ് ക്ലോക്ക് ഓണാക്കണം, അതുപോലെ തന്നെ കാൽക്കുലേഷൻ ചെയ്യണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ഒറ്റൊരാളാകുമ്പോൾ നമ്മൾ മറ്റേ ലാബിന് ചെല്ലുമ്പം അല്ലാതെ ചെല്ലുമ്പോൾ ഒരു 4-5 പേര് അല്ലെങ്കിൽ 5-6 പേരുമായിട്ടാണ് ചെല്ലുന്നത്. എന്നിട്ട് എല്ലാവരും കൂടെ ചെയ്യുമ്പം അത് അറിയത്തില്ല. പക്ഷേ ഒറ്റയ്ക്ക് ചെയ്യുമ്പം സിമ്പിൾ പെൻഡുലം ഇച്ചിരി ശ്രദ്ധിക്കേണ്ടവനാണ്. സിമ്പിൾ അല്ല, ആ പേര് പോലെ സിമ്പിൾ പെൻഡുലം ഇച്ചിരി നമ്മൾ കറക്കുന്നതാണ്. അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യം ലെങ്ത് ഓഫ് ദി പെൻഡുലം. നമ്മുടെ പ്രാക്ടിക്കലിൻ്റെ ഈ ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ഇട്ടേക്കുന്നുണ്ട്, കുഴപ്പമില്ല. നിങ്ങളെടുപ്പോൾ 40 സെൻറ്റിമീറ്റർ ലെങ്ത്, 40 സെൻറ്റിമീറ്റർ എടുക്കുന്ന വെക്കുക. 40, 50, 60 എടുക്കുന്നതെങ്കിൽ സെൻറ്റിമീറ്ററിലാണെങ്കിൽ അതിനെ മീറ്റർ ആക്കാൻ ശ്രമിക്കുക. അന്നേരം 0.40, 0.50, 0.60 എന്ന് വരും. സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കുക. എന്നിട്ട് നിങ്ങൾ L-R അതൊക്കെ നിങ്ങൾ ചെയ്തതിനു ശേഷം ലാസ്റ്റ് കോളം, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, L/T². ഒരെണ്ണം ചെയ്യുമ്പോൾ തന്നെ ഇപ്പം 40 സെൻറ്റിമീറ്ററിന് അതിനെ മീറ്റർ ആക്കുമ്പോൾ 0.40, അതിൻ്റെ എല്ലാ കോളം ചെയ്ത് ലാസ്റ്റ് കോളം L/T². 0.24നും 0.25നും ഇടയിൽ കിട്ടണം നിങ്ങൾക്ക് ഉത്തരം ചെയ്യുമ്പോൾ. 0.24നും 0.25നും ഇടയിൽ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അന്നേരം തന്നെ അത് വീണ്ടും ഒന്നുകൂടെ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ എന്ത് പ്രശ്നം, നമ്മൾ ഈ ലെങ്ത് എല്ലാം ചെയ്തിട്ട് ഫുള്ള് തെറ്റാണെങ്കിൽ L/T² നമുക്കതൊന്നും കിട്ടുന്നില്ലെങ്കിൽ ലാസ്റ്റിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. G 4π² × L/T². അത് ചെയ്യുമ്പോൾ നമുക്ക് 9.8 കിട്ടത്തില്ല. ഈ 0.24നും 0.25നും ഇടയിൽ കിട്ടിയാൽ ഏകദേശം ഒരു 9.5നും 9.8നും ഇടയിൽ കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 4π² 3.144 × 3.14 × 3.14 × 0.25 എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം കറക്റ്റ് 9.8ആണ്. കാരണം 0.22 ഒക്കെ കിട്ടുന്നതെങ്കിൽ നമുക്ക് ഉത്തരം തെറ്റാണ്. അന്നേരം ലാസ്റ്റ് ഈ എല്ലാ റീഡിങ്ങും എഴുതിയിട്ട് L/T² കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്തത് തെറ്റാണെങ്കിൽ നമുക്ക് എല്ലാം ആദ്യം മൂലം ചെയ്യണം. അന്നേരം 1 മണിക്കൂറോളം വീണ്ടും പോകും. അന്നേരം ഒരു റീഡിങ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ L/T² കാൽക്കുലേറ്റ് ചെയ്തിട്ട് അടുത്ത റീഡിങ് 0.24നും 0.25നും ഇടയിലാന്ന് ഉറപ്പിച്ചതിന് ശേഷം രണ്ടാമത്തെ റീഡിങ്, അങ്ങനെ മൂന്നാമത്തെ റീഡിങ് എടുക്കുക. അങ്ങനെ റീഡിങ്സ് എടുത്ത് പോകാം. അന്നേരം അതാണ് റീഡിങ് എടുക്കുന്ന രീതി. പിന്നെ ഇതിനകത്ത് ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. L/T², L along the x axis and T² along the y axis. ഈക്വൽ ഡിവിഷൻ വേണമെന്നില്ല. L ഇപ്പം 0, 40, 50, 60, 70 നമ്മൾ വീഡിയോയ്ക്ക് അതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. T² 1, 2, 3, 4 എന്ന് എടുക്കാം. പിന്നെ അതിൻ്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതിൻ്റെ സ്ലോപ്പിൽ നിന്ന് നമ്മൾ L/T² കണ്ടുപിടിക്കണം. എന്നിട്ട് ഗ്രാഫിൽ നിന്ന് G = 4π². ആ സ്ലോപ്പിൽ നമ്മൾ ABC എന്നൊക്കെ പേര് കൊടുത്തിട്ട് 4π² × AB/BC, അതാണ് L/T². അതും ഏകദേശം 9.8 കിട്ടണം. മറ്റേ സിമ്പിൾ പെൻഡുലം ചെയ്യുമ്പോഴും 4π² × L/T² 9.8 കിട്ടണം. ഇത്രയും കാര്യങ്ങൾ അത് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വേണമെങ്കിൽ ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കാം, സെക്കൻഡ്സ് പെൻഡുലം. ഇത് വൈവിധ്യം ചോദിക്കാം. വാട്ട് ഈസ് മീൻ ബൈ സെക്കൻഡ്സ് പെൻഡുലം? എന്തോ സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് 2 സെക്കൻഡ്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ തന്നെ 2 ആണ്. ടൈം പീരീഡ് 2 സെക്കൻഡ് ആകുന്നതിനെ പറയുന്ന പേരാണ് സെക്കൻഡ്സ് പെൻഡുലം. അന്നേരം എന്താണ് സെക്കൻഡ്സ് പെൻഡുലം എന്നുള്ളത് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കുക. അതിൻ്റെ ലെങ്ത് എടുക്കാൻ ചോദിക്കാം. സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറയുമ്പോൾ വൈ ആക്സിൽ T² അല്ലേ? അന്നേരം T ആണ് 2 സെക്കൻഡ്. T² ആകുമ്പോൾ എത്ര? 4. 4ൻ്റെ നേരെ വരച്ചിട്ട് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ടായിരിക്കും. ആ സ്ട്രെയിറ്റ് ലൈനിനെ മുട്ടിച്ചിട്ട് താഴോട്ട് വരുമ്പം ഒരു 99നും 100നും ഇവിടെ നിങ്ങൾക്ക് ഗ്രാഫിൽ കിട്ടും. 99.3 എന്നൊക്കെ പറയുന്നതാണ് കറക്റ്റ്. അത്രയും സെൻറ്റിമീറ്റർ, അതിനെ മീറ്റർ ആക്കാം. അതാണ് സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ലെങ്ത്. 99നും 100നും ഇവിടെ കിട്ടും. പിന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്ന് ചോദിക്കാം. വാട്ട് ഈസ് മീൻ ബൈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? അതിൻ്റെ വാല്യൂ എന്തോന്ന് ചോദിക്കാം. മാക്സിമം എവിടെയാണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം പോൾസിലാണ്, മിനിമം ഇക്വേറ്ററിലാണ്. ഒക്കെ ചോദിക്കാൻ പറ്റുന്ന വൈവ ക്വസ്റ്റ്യൻസ് ആണ്. ടൈം പീരീഡിൻ്റെ യൂണിറ്റ് എന്താണ്? ടൈം പീരീഡിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കൽ ഫ്രീക്വൻസിയാണ്, അതിൻ്റെ യൂണിറ്റ് ഹേർട്സ് ആണ്. ഇതൊക്കെ മാക്സിമം ആണ്. ഒരു അധ്യാപകൻ ഭയങ്കരമായിട്ട് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. അന്നേരം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ
മനസ്സിൽ ഉൾപ്പെടുത്തി സിമ്പിൾ പെൻഡുലം ചെയ്യുമ്പം ഇത്രയും കാര്യങ്ങളോട് ചെയ്ത് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്നതിന് തൊട്ട് ദിവസം മുമ്പ് ഇതെല്ലാം നോക്കി പഠിച്ചിട്ട് വേണം നിങ്ങൾ പ്രാക്ടിക്കലിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറാവുക. എന്നാൽ സിമ്പിൾ പെൻഡുലം അടിപൊളി. വീഡിയോ ഡിസ്ക്രിപ്ഷനകത്ത് കിടപ്പുണ്ട്, ഡീറ്റെയിൽഡായിട്ട് കാണാം. അതിനകത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾ പൊളിക്കും. അന്നേരം എല്ലാ എക്സ്പീരിയൻസും ഇങ്ങനെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി ഉള്ള സെറ്റപ്പ് ചെയ്ത് മാഷ് തരും. മാത്സും കെമിസ്ട്രി അല്ല. അന്നേരം സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗീവ് അപ്പ്.